ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡോക്ടർ ജാബിർ അമാനി എഴുതുന്നു. അറിവുള്ളവരോട് ചോദിക്കുന്നതും തക്ലീദ് ചെയ്യലും ഒന്നാണോ? സ്രഷ്ടാവിൽ നിന്ന് അവതീർണമായ ദൈവീക സന്ദേശങ്ങൾ പ്രവാചകന്മാരിലൂടെയാണ് മനുഷ്യർക്ക് ലഭ്യമാവുന്നത്. ദൈവദൂതന്മാരിൽ ചിലർക്ക് അല്ലാഹു വേദഗ്രന്ഥങ്ങളും നൽകിയിട്ടുണ്ട്. അവയും പ്രസ്തുത ദൈവീക സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയും മാർഗദർശനവുമാണ്. വേദഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും കലവറയില്ലാതെ പിന്തുടരുന്നതിലൂടെ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയാകുവാൻ കഴിയുകയുള്ളൂ. 4:65. പ്രവാചകൻ മനുഷ്യരാണ്, പക്ഷേ അവർക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. അവരെ സോപാധികം അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് നിർബന്ധമാണ്. 4:64. പ്രവാചകരോടുള്ള അനുസരണവും അനുധാവനവും വഴി ആത്യന്തികമായി ദൈവീക അനുസരണമാണ് സംഭവിക്കുന്നത്. 4:80. ഈ അനുസരണവും പിന്തുടരലും പക്ഷേ അന്ധമായ അനുകരണമല്ല. ഖുർആനും പ്രവാചക അധ്യാപനവും സംസാരിക്കുന്നത് മനുഷ്യന്റെ ധിഷണയോടും അവന്റെ യുക്തിബോധത്തോടും കൂടിയാണ്. ചിന്തയും മനനവും അന്വേഷണവും ഏറെ പ്രോത്സാഹിപ്പിച്ച മതം കൂടിയാണ് ഇസ്ലാം. ആ നിലക്ക് മതസന്ദേശങ്ങളുടെ അന്തസത്തയും സാരാംശങ്ങളും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കും. 17:9, 45:20, 12:108, 47:24. ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ നിർദ്ദേശവും അവനവന്റെ യുക്തിയിലും ധിഷണയിലും ഉരച്ചുനോക്കി ബോധ്യപ്പെട്ടിട്ടേ സ്വീകരിക്കേണ്ടതുള്ളൂ എന്നല്ല, മറിച്ച് മതം യുക്തിയെയും ബുദ്ധിയെയും തകർക്കുന്ന അന്ധമായ അനുകരണത്തിന് എതിരാണ് എന്നർത്ഥം. ദൈവാസ്തിക്യവും ഏകദൈവാരാധനയും യുക്തിബദ്ധമായിട്ടല്ലാതെ ഖുർആൻ വിവരിച്ചിട്ടില്ല. കാര്യകാരണങ്ങൾക്കുപരിയായി അദൃശ്യവിശ്വാസങ്ങളും ഗൈബ്, അനുബന്ധമായ മറ്റു ചില മേഖലകളും ദൈവീക മാർഗനിർദ്ദേശത്തെ വിശ്വാസത്തിലെടുക്കേണ്ടവർ നിരുപാധികം അംഗീകരിക്കേണ്ടതുണ്ട്. കാരണം ഗൈബിയായ രംഗങ്ങളിൽ മനുഷ്യന് ഒരു വഴിയിലും നേരിട്ട് ഇടപെടാനാവില്ലല്ലോ. സ്രഷ്ടാവിനും ദൈവീക സന്ദേശങ്ങൾക്കുമുള്ള അപ്രമാദിത്വവും കാലാതിവർത്തിത്വവും മറ്റാർക്കും ലഭ്യമല്ല. എന്നാൽ മതപൗരോഹിത്യവും ചില പണ്ഡിതരും മതം പഠിക്കാനും ഗ്രഹിക്കാനും അവരെ അന്ധമായി പിന്തുടരുന്നതിനോ തക്ലീദ് ചെയ്യുന്നതിലോ പണ്ഡിതാഭിപ്രായങ്ങൾ പ്രാമാണികതയുള്ളതായി അവതരിപ്പിക്കുന്നതിലോ സൂക്ഷ്മത കാണിക്കാത്തവരാണ്. ഒരഭിപ്രായത്തെ തെളിവ് കൂടാതെ സ്വീകരിക്കുന്നതിനാണ് തക്ലീദ് പറയുന്നത്. ഇമാം ഗസാലി അൽ മുസ്തസ്ഫ 2:123. സ്വീകരിക്കുക മാത്രമല്ല, അഭിപ്രായങ്ങളെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതും തക്ലീദിന്റെ വിവക്ഷയാണെന്ന് ഇബ്നുൽ ഹിജബ് റഹി മുഖ്തസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്വാലയും കീലയുമായി വലത്തുനിന്ന് ഇടത്തോട്ടെഴുതുന്ന ഏതഭിപ്രായവും ശരിയായ മതനിയമങ്ങളെന്ന പോലെ പ്രചരിപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസവും ആത്മീയ ചൂഷണവും ഇന്ന് വ്യാപകമായിട്ടുണ്ട്. മതനവോത്ഥാന ചരിത്രത്തിന്റെ അവകാശവുമായി വരുന്നവർ പോലും തക്ലീദ് വഴി പണ്ഡിതർക്ക് അപ്രമാദിത്വം നൽകി തങ്ങളുടെ വിശ്വാസാചാരങ്ങൾക്ക് മതപ്രമാണങ്ങളുടെയും പണ്ഡിതാഭിപ്രായങ്ങളുടെയും പിന്തുണയുണ്ടെന്നുവരെ സമർത്ഥിക്കാറുണ്ട്. ഏതൊരാളുടെ അഭിപ്രായമാണ് തെളിവുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത്? അപ്രകാരമുള്ള ഒരാളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ച് ഒരാൾ പ്രവർത്തിക്കുന്നതിനെയാണ് മതം എതിർക്കുന്നത്. ഇർഷാദുൽ ഫുഹൂൽ 2:665. അത് തീർച്ചയായും പ്രത്യക്ഷമായ തക്ലീദാണ്. പ്രവാചകൻ മുഹമ്മദിനെ പിൻപറ്റേണ്ടത് നിർബന്ധമാണെന്നും പ്രസ്തുത അനുസരണം അല്ലാഹുവിനെ അനുസരിക്കുന്നതുപോലെ തന്നെയാണെന്നും അതാണ് അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ഇഷ്ടത്തിന് കാരണമാവുകയുമെന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. 3:31. അതുകൊണ്ടുതന്നെ നിരുപാധികം പ്രവാചകനെ പിൻപറ്റുന്നത് തക്ലീദിന്റെ ഗണത്തിൽ ഒരിക്കലും ചേർക്കപ്പെടുകയില്ല. പൂർവികരെ തക്ലീദ് ചെയ്യുന്നതും തക്ലീദുൽ ആബാ 26:74, 21:54, 28:36, 37:70, 2:170. വ്യക്തികളെ തക്ലീദ് ചെയ്യുന്നതും തക്ലീദുൽ അഷ്ഖാസ് ഇസ്ലാം വിലക്കിയ കാര്യങ്ങളാണ്. 2:79. ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങൾ ഖുർആനും മുഹമ്മദ് നബിയുടെ തിരുചര്യയുമാണ്. ഉപപ്രമാണങ്ങളായ ഇജ്മാവും കിയാസും മൗലിക പ്രമാണങ്ങളെ അവലംബിച്ചോ അവയുടെ സാരാംശത്തെ നിർദ്ധരിച്ചോ വിധികളെ തതുല്യപ്പെടുത്തിയോ ഇജ്തിഹാദിന്റെ ഭാഗമായോ രൂപപ്പെട്ടതാണ്. ഒരിക്കലും ഒന്നോ ഒരു കൂട്ടം പണ്ഡിതരുടെ സ്വതന്ത്ര അഭിപ്രായങ്ങളിൽ ഊന്നി രൂപീകരിച്ചതല്ല. അതുകൊണ്ടാണ് മതത്തിന്റെ മൗലികമായ തെളിവുകളും വീക്ഷണങ്ങളും പണ്ഡിതാഭിപ്രായങ്ങളെ മാത്രം അവലംബിച്ച് രൂപീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം മതനിയമത്തെ സ്വതന്ത്രമായി നിശ്ചയിക്കാൻ ആർക്കും അധികാരമില്ല. 42:21. പ്രവാചകന് വരെ അല്ലാഹു അത് അനുവദിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പ്രവാചക അധ്യാപനങ്ങൾ കൃത്യമായിരിക്കെ
പിന്നീട് ഇന്ന മഹാരഥന്മാരുടെ അഭിപ്രായമെന്താണ് എന്നന്വേഷിച്ച് അതിനനുസൃതമായി നിലപാടും മതനിയമങ്ങളും കണ്ടെത്തുന്ന പ്രവണതയെ സഹാബികൾ ഗൗരവത്തോടെ കണ്ടിരുന്നു. നബിയുടെ നിർദ്ദേശം സുവ്യക്തമായി അറിയിക്കുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസിനോട് ചിലർ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ എന്താണ് പറഞ്ഞത് എന്നാരായുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ മേൽ ആകാശത്തുനിന്ന് ചരൽമഴ വർഷിക്കുമാറാകട്ടെ. നബി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുമ്പോൾ നിങ്ങൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമാ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ ഇന്ന് പലരും ഈ യാഥാർത്ഥ്യം വിസ്മരിക്കുന്നവരാണ്. തങ്ങൾ ബഹുമാനിക്കുന്നവരും സമൂഹത്തിൽ വലിയ സ്ഥാനമലങ്കരിക്കുന്നവരുമൊക്കെയായ പണ്ഡിതരെയും പൂർവ്വ പണ്ഡിതരെയും തക്ലീദ് ചെയ്യുന്ന പ്രവണത കാണാം. അന്ധവിശ്വാസ പ്രചാരണം, ആത്മീയ ചൂഷണം, പൗരോഹിത്യം സ്ഥാപിച്ചെടുക്കൽ, തങ്ങൾക്കനുകൂലമായി മതത്തെ വ്യാഖ്യാനിക്കൽ തുടങ്ങി പല ലക്ഷ്യങ്ങളും ചൂഷണങ്ങളും ഈ പ്രവണതയുടെ പിന്നിലുണ്ട്. അവർ തെറ്റുകാരും നരകാവകാശികളുമാണെങ്കിൽ നമ്മളും ആ വഴി തിരഞ്ഞെടുക്കാം എന്ന ഒരു ന്യായവും പറഞ്ഞാണ് ഈ തിന്മയെ ഒളിക്കടത്താറുള്ളത്. പണ്ഡിതർ നമ്മളെക്കാൾ മതം പഠിച്ചവരല്ലേ, അവരിൽ നിന്നല്ലേ മതം പഠിക്കേണ്ടത് എന്ന ന്യായവും കാണാം. സ്രഷ്ടാവിന്റെ നിയമങ്ങളെയും കൽപ്പനകളെയും തിരസ്കരിച്ച് വ്യക്തികളുടെ അഭിപ്രായങ്ങൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുക വഴി അല്ലാഹുവിനു പുറമെ വ്യക്തികളെ റബ്ബുകളാക്കുന്നതിന് തുല്യമാണെന്ന ഗൗരവം ഖുർആൻ കൃത്യമായി പ്രസ്താവിക്കുന്നുണ്ട്. 9:31. അനുവദനീയവും നിഷിദ്ധവും എന്നിങ്ങനെ പൗരോഹിത്യത്തിന്റെ അഭീഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരിഗണിക്കുന്നതിനെയാണ് ഇവിടെ ഇസ്ലാം നിഷിദ്ധമായി കാണുന്നത്. അതേപോലെ നാം അനുകരിക്കുന്ന വ്യക്തികളെ ആരാധ്യരാക്കുന്നതിന് തുല്യമാണെന്നും പ്രസ്തുത ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാവുന്നതാണ്. ഇബ്നു ജരീർ 10:114, ഖുർആൻ 2:166-167. പണ്ഡിതാഭിപ്രായം പ്രമാണമല്ല. പണ്ഡിതരുടെ അഭിപ്രായങ്ങളല്ലേ സാധാരണക്കാരന് മതം പഠിപ്പിക്കുന്നതിന് മുഖ്യമായും അവലംബിക്കാനാവൂ. എങ്കിൽ അവരെ പിന്തുടരുന്നത് മതവിരുദ്ധമാവുന്നതെങ്ങനെ? നിങ്ങൾ അറിവില്ലാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു നോക്കുക എന്ന ഖുർആനിന്റെ ആഹ്വാനവും പണ്ഡിതന്മാർ പ്രവാചകരുടെ പ്രബോധന ദൗത്യത്തിന്റെ പിന്തുടർച്ചാവകാശികളാണെന്ന് നബിയുടെ വചനവും ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്നില്ലേ? മുകളിൽ പരാമർശിച്ച ചോദ്യങ്ങളാണ് പണ്ഡിതാഭിപ്രായങ്ങളെ മതനിയമങ്ങളുടെ അവലംബരേഖയായി പറയുന്നതിനും അനുധാവനം ചെയ്യുന്നതിനും മറ്റൊരു ന്യായമായി അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമിലെ പ്രാമാണിക സ്രോതസ്സുകളിൽ നിന്ന് സുവ്യക്തമാവുന്ന സന്ദേശങ്ങളെയും വിധികളെയും നിരാകരിക്കാത്ത പണ്ഡിതാഭിപ്രായങ്ങളെ ഖുർആനും സുന്നത്തുമാകുന്ന മൗലിക സ്രോതസ്സുകളുടെ ശക്തി പകരുന്ന തെളിവുകളായിട്ടേ പരിഗണിക്കാവൂ. മറിച്ച് സ്വതന്ത്രമായ ഒരു പ്രമാണരേഖയായി പരിഗണിക്കാവതല്ല. പണ്ഡിതർ ഇസ്ലാമിക പ്രാമാണിക സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാവുന്ന മതനിയമങ്ങളെയും തെളിവുകളെയും വിശദീകരിക്കുകയും ഗവേഷണാത്മകമായി വിലയിരുത്തുകയുമാണ് ചെയ്യുന്നത്. അവർ നിയമം നിർമ്മിക്കുന്നവരാകാൻ പാടുള്ളതല്ല. പണ്ഡിതാഭിപ്രായങ്ങളിലൂടെ മൗലിക സ്രോതസ്സിൽ നിന്നുള്ള വചനങ്ങൾക്ക് പിന്തുണ പകരാവുന്നതാണ്. എന്നാൽ പ്രസ്തുത പണ്ഡിത വചനങ്ങൾ തന്നെ ഒരു മതനിയമമോ സ്വതന്ത്ര തെളിവോ ആയി പരിഗണിക്കാവതല്ല. മതതെളിവുകളുടെ തിളക്കത്തിൽ പണ്ഡിതാഭിപ്രായം ശരിയോ തെറ്റോ എന്നാണ് വിലയിരുത്തേണ്ടത്. വിവിധ സന്ദർഭങ്ങളിൽ രൂപപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് മതനിയമങ്ങളിൽ നേർക്കുനേരെയും പ്രത്യക്ഷമായും തീർപ്പ് ലഭ്യമാവാത്ത സന്ദർഭങ്ങൾ വരാം. ഉദാഹരണം ലൈഫ് ഇൻഷുറൻസ്, ദയാവധം മുതലായവ. ഇത്തരം ഘട്ടങ്ങളിൽ ഖുർആനും നബീചര്യയുമാകുന്ന മൗലിക പ്രമാണങ്ങളുടെ അടിസ്ഥാനാശയങ്ങൾക്ക് ഭംഗം നേരിടാതെ മതപ്രമാണങ്ങളെ പരിശോധിച്ചും അവലംബിച്ചും രൂപപ്പെടുത്തുന്ന പണ്ഡിതാഭിപ്രായമാണ് ഇജ്തിഹാദ്. ഇത് പിന്തുടരുന്നത് മതപരമായി തെറ്റല്ല. ഇജ്മാവും കിയാസും എന്നീ ഉപപ്രമാണങ്ങളുടെ പരിധിയിലാണ് ഇജ്തിഹാദ് വരുന്നത്. തെളിവടിസ്ഥാനത്തിൽ സത്യത്തെ അനുസരിക്കുക എന്ന ഇത്തിബായിന്റെ മതവിധി ഇജ്തിഹാദിൽ അനുവദനീയവും തക്ലീദിൽ നിഷിദ്ധവുമാണ്. അന്തിമദിനത്തിൽ ശിക്ഷാർഹരും ഏറെ വിലപിക്കുന്നവരുമായിരിക്കും തക്ലീദിന്റെ മാർഗം അവലംബിക്കുന്നവർ എന്ന് ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. 9:166, 167, 33:66, 68, 25:27, 28. മദ്ഹബുകൾ രൂപപ്പെടുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിയോഗത്തിനു ശേഷമാണല്ലോ, അതായത് ഇസ്ലാമിന്റെ മൗലിക നിയമങ്ങളുടെ പൂർത്തീകരണത്തിനു ശേഷം. അതുകൊണ്ടുതന്നെ മദ്ഹബിന്റെ ഇമാമുകൾ തങ്ങളുടെ അഭിപ്രായങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങളുമായി മാറ്റുരച്ച് പരിശോധനാവിധേയമാക്കിയ ശേഷമേ സ്വീകരിക്കേണ്ടതായുള്ളൂ എന്ന് സുവ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്ഹബുകൾ അവയിലേക്ക് ചേർക്കപ്പെടുന്ന പണ്ഡിതരുടെ സ്വതന്ത്ര സൃഷ്ടികൾ പോലുമല്ല. മിക്കതും പിൽക്കാലത്ത് ആ മഹാപണ്ഡിതരിലേക്ക് ചേർത്ത് രൂപപ്പെടുത്തിയതാണ്. ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായമായി ഇമാം ഷഅറാനി അൽമീസാനുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അദ്ദേഹം അബൂ ഹനീഫ പറഞ്ഞു, എന്റെ തെളിവെന്തെന്നറിയാത്തവനെ എന്റെ അഭിപ്രായമനുസരിച്ച് ഫത്വ നൽകൽ ഹറാമാണ്. 1:58.
ഇതേ അഭിപ്രായം തന്നെ ഷാഹ് വലിയുല്ലാഹി ദഹലവി ഹിക്ദുൽ ജയ്യിദി ഫി അഹ്കാമിൽ ഇജ്തിഹാദി വ തഖ്ലീദ് എന്ന ഗ്രന്ഥത്തിലും പേജ് 49 ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെയും റസൂലിന്റെയുമല്ലാത്ത ആരുടെ വചനങ്ങളിലും സ്വീകരിക്കേണ്ടവയും തള്ളപ്പെടേണ്ടവയും ഇല്ലാതിരിക്കില്ല എന്നാണ് ഇമാം മാലിക് റളി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ പേജ് 126. ഇമാം ഷാഫിഈ റളി പറയുന്നു, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഒരു തത്വം ആവിഷ്കരിക്കുകയോ ചെയ്യുകയും എന്നിട്ട് എന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയോ ചെയ്താൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശരിയായ അഭിപ്രായം. അതാണ് എന്റെയും അഭിപ്രായമായി പരിഗണിക്കേണ്ടത്. അൽ ഇൻസായിഫ് 16, അൽ മുജ്മഅ ഇമാം നവവി 1:63. അബൂദാവൂദ് പറഞ്ഞു, ഞാൻ അഹ്മദിനോട് ചോദിച്ചു, ഔസാഇയാണോ മാലിക്കിനേക്കാൾ പിൻപറ്റാൻ അർഹൻ? അദ്ദേഹം ഇമാം മാലിക് പറഞ്ഞു, നിന്റെ മതകാര്യത്തിൽ നീ ആരെയും തക്ലീദ് ചെയ്യരുത്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചതേതോ അത് സ്വീകരിക്കുക. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ 2:181. അറിവുള്ളവരിൽ നിന്ന് മതം പഠിക്കുക എന്ന ന്യായത്തെ തക്ലീദിന് തെളിവായി ഉദ്ധരിക്കുന്നതിനെയും പണ്ഡിതലോകം എതിർത്തിട്ടുണ്ട്. തക്ലീദ് അറിവില്ലായ്മയാണെന്നും അൽ മുസ്തസ്ഫ 2:124 ചിന്താപരമായ അന്ധതയാണെന്നും അൽമീസാൻ 1:11 കാണാം. തക്ലീദ് ഒരറിവ് പോലുമല്ലെന്നും തക്ലീദ് ചെയ്യുന്നവർ പണ്ഡിതനെന്ന പരാമർശത്തിന് അർഹനല്ലെന്നും ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ 1:45 കാണാം. കാലമോ ദേശമോ താൽപ്പര്യപ്പെടുന്നതോ സാധാരണ സന്ദർഭങ്ങളിലോ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്ന ഘട്ടങ്ങളിലെല്ലാം മതവിഷയത്തിൽ തീർപ്പു കൽപ്പിക്കാനും വിധി നിശ്ചയിക്കുവാനും സത്യവിശ്വാസികൾ അവലംബിക്കേണ്ടത് അടിസ്ഥാന പ്രമാണങ്ങളായ ഖുർആനിനെയും നിബിചര്യയെയുമാണ്. ഖുർആൻ 4:59. പണ്ഡിതാഭിപ്രായങ്ങളും അന്വേഷണങ്ങളുമെല്ലാം മൂലപ്രമാണങ്ങളിലേക്കാണ് മടങ്ങേണ്ടതും മടക്കേണ്ടതും. അവ സ്വയം ഒരു പ്രമാണമോ തെളിവോ ആയി വരുന്നില്ല. മതജ്ഞാനങ്ങളെ കണ്ടെത്താൻ പ്രാഥമിക അറിവുപോലുമില്ലാത്തവർക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും മതജ്ഞാനം നേടാവുന്നതാണ്. എന്നാൽ ആ ജ്ഞാനത്തിന്റെ ആധാരവും ഖുർആനുമായും നബിചര്യയുമായും യോജിക്കുന്ന തെളിവുകളിലൂടെയായിരിക്കണം. പണ്ഡിതരോട് ചോദിച്ചന്വേഷിക്കേണ്ടത് അവരവരുടെ അഭിപ്രായങ്ങളല്ല, മറിച്ച് മതത്തിന്റെ മൗലിക പ്രമാണങ്ങൾ ഇന്ന വിഷയത്തിൽ എന്തു പറയുന്നു എന്നതായിരിക്കണം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പറയുന്നു, നിങ്ങളെന്നെ അന്ധമായി അനുകരിക്കരുത്. എന്നെയും മാലിക്കിനെയും ഷാഫിഈയെയും സൗരിയെയും തക്ലീദ് ചെയ്യേണ്ടതില്ല. അവർ എവിടെ നിന്ന് മതം സ്വീകരിച്ചുവോ ആ സ്രോതസ്സിൽ നിന്ന് തന്നെ നീയുമെടുക്കുക. ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ 2:302.